ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പ്രവീൺ പ്രണവ് അല്ലെങ്കിൽ കൊച്ചു പ്രവീൺ, ഇവരെ കുറിച്ച് എന്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും ഒരു മിനിമം വ്യൂസ് ഗ്യാരണ്ടി ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു വിഷയം നടന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് റിയാക്ഷൻ വീഡിയോ, അവരുടേതായ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ മൃദുലയുടെ അച്ഛൻ, അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല, അദ്ദേഹം മരണപ്പെട്ട്, അതുമായി ബന്ധപ്പെട്ട് റിയാക്ഷൻ ചാനലുകളിലുപരി ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ഒരുപാട് ചാനലുകൾ പലവിധമായ അഭ്യൂഹങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായും ചിലർ ചൂണ്ടിക്കാണിച്ചത് ഈ മൃദുലയുടെ അച്ഛൻ വളരെ ആരോഗ്യമുള്ളൊരു മനുഷ്യനായിരുന്നു. യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിൽ തോന്നിയിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നമില്ല. കാർ വാങ്ങുമ്പോഴും കാർ കൊടുക്കുമ്പോഴും ഈ അടുത്ത് ഈ പ്രവീണ് കാർ എന്തോ തിരിച്ചു കൊടുത്തെന്നോ ആ സമയത്തൊന്നും ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇതൊരു അസ്വാഭാവിക മരണമല്ലേ എന്ന് പലരും കമന്റിലൂടെയും വീഡിയോസിലൂടെയും ഒക്കെ ചോദിച്ചു കണ്ടു. എനിവേ, നമ്മുടെ ഒരു നാട്ടുകാരാണ്, അടുത്തൊന്നും അല്ലെങ്കിൽ പോലും ഏതാണ്ട് 10-20 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു വിഷയം നടന്നപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അവരുടെ ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ നാട്ടുകാർ പറഞ്ഞ് നമ്മൾ അറിഞ്ഞിരുന്നു. സോ അതുകൊണ്ട് ഇന്ന് 2-3 പേര് എന്നെ വിളിച്ചു ചോദിച്ചിരുന്നു, ഇത് ആക്ച്വലി എന്താണ്, അസ്വാഭാവിക മരണമാണോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. സോ അതിന്റെ ഒരു യാഥാർത്ഥ്യം ഞാൻ അവിടെ ഒരു കക്ഷിയോട് വിളിച്ചു ചോദിച്ചു. അന്ന് ഞങ്ങൾ പരിചയപ്പെട്ട ഒരാളോട് വിളിച്ചു ചോദിച്ചു, ഒരു ലേഡിയാണ്. അവർ അതിന്റെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു. അവർക്കറിയാവുന്ന എന്തുകൊണ്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടെന്നുള്ളത്. അതായത് അവരുടെ സ്ഥലത്തല്ല ഈ മൃദുലയുടെ അച്ഛൻ, എന്നാൽ പോലും അവരത് മനസ്സിലാക്കി അവരത് പറയുകയും ചെയ്തു. വളരെ ഇവരുമായിട്ട് അടുത്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഈ വിവരം പറഞ്ഞത്. സോ അതെന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടുകൂടി ഈ ഒരു അഭ്യൂഹങ്ങൾ, അനാവശ്യമായിട്ടുള്ള അഭ്യൂഹങ്ങൾക്ക് ഒരു വിരാമമാകുമെന്ന് തന്നെ കരുതി. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ എന്റെ പേഴ്സണൽ അഭിപ്രായം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിവേ, ഇദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ ആരോഗ്യവാനായിട്ട് തോന്നുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇദ്ദേഹത്തിന് എന്തോ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് തന്നെ ഇദ്ദേഹം മരണപ്പെട്ടു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേന് മരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. ഹൃദയാഘാതമാണ് മരണകാരണം. സോ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹൃദയാഘാതം സംഭവിച്ചത്? വളരെ ആരോഗ്യവാനായ, എക്സസൈസ് ഒക്കെ ചെയ്യുന്ന, ഈ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരെ പോലെ ഇരിക്കുന്ന ഒരാളല്ലായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹം മരിച്ചെന്ന് പലരും ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അവർക്കുള്ള ഉത്തരവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കടുത്ത പ്രമേഹ രോഗിയായിരുന്നു എന്ന് പറയുന്നു. അതായത് ഷുഗർ നന്നായി ഉണ്ടായിരുന്നു, ഒരുപക്ഷെ BP ഉണ്ടായേക്കാം, ചിലപ്പോൾ കൊളസ്ട്രോൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അദ്ദേഹത്തിന് 10-60 വയസ്സ് ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 60-ന് മുകളിലുണ്ടാവും. സോ ആ ഒരു ഏജിലുള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ 3 കാര്യങ്ങളും, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇത് 3 ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്നത് അറ്റാക്ക്, സൈലന്റ് അറ്റാക്കാണ്. അതായത് ആ ഉണ്ടാകുന്ന വ്യക്തിയും അറിയുന്നില്ല, അടുത്ത് നിൽക്കുന്നവരും അറിയുന്നില്ല, ഒരു മനുഷ്യനും ഇത് അറിയത്തില്ല. പൊടും തന്നെ മരണം സംഭവിക്കുകയും ചെയ്യും. സൈലന്റ് അറ്റാക്കാണ്. ഒരു നെഞ്ചുവേദനയോ, പേഷ്യന്റിന് ഒരു നെഞ്ചുവേദന ഉണ്ടാകുമോ, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാനുള്ള സമയം കിട്ടുകയോ, അല്ലെങ്കിൽ അത് അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക്, ഭാര്യയ്ക്കോ ആർക്കോ മനസ്സിലാക്കാനുള്ള സാവകാശം പോലും കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് 3 ഒരേപോലെ കൂടുതലുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ ബ്ലോക്കിലൂടെ അല്ല അറ്റാക്ക് ഉണ്ടാവുന്നത്, അല്ലാതെ തന്നെ ഹൃദയത്തിന്റെ ഈ പ്രവർത്തനം വളരെ പെട്ടെന്ന് പൊടുന്നതിന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ പ്രമേഹം, കൊളസ്ട്രോൾ, BP ഒരുമിച്ചുള്ളവർക്ക് ഈ പറഞ്ഞ കണക്ക് വളരെ പെട്ടെന്ന് മരിച്ചിട്ട് സുഖമരണം, അതായത് ആൾക്കാർ പലരും പറയുന്നത് സുഖമരണം എന്ന് പറയും. ഇതിന് സുഖമരണം എന്നാണ് ആൾക്കാർ പറയുന്നത്. ആ സുഖമരണം ഉണ്ടാവാനുള്ള കാരണം ഇത് തന്നെയാണ്. കാരണം ഇത് 3 ഒരുമിച്ച് കൂടി വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ ഒരു വ്യക്തി മരണത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ വിഷയത്തിലും ഉണ്ടായത്. ഇദ്ദേഹത്തിന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ, വളരെ ക്വിക്കായി തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴത്തേനും ഇദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു. അതാണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ ഇദ്ദേഹത്തിന്റെ മരണത്തിൽ യാതൊരുവിധ ദുരൂഹതയും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. എനിവേ, ഈ പ്രവീണിന്റെ ഒരു അമ്മായി അച്ഛൻ എന്ന നിലയിൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മകനെ പോലെ ഈ പ്രവീണിനെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി തന്നെ പല വീഡിയോസിലും നമുക്ക് കാണുമ്പോൾ അറിയാം. വീഡിയോസിലാണ് കണ്ടതെങ്കിൽ പോലും അവർ തങ്ങളിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. മകളെ നല്ലോണം സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ പിന്നെ മകനെ പോലെ സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. എനിവേ, വലിയൊരു ലോസ് തന്നെയാണ് അവരുടെ കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാനൊരു മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് പ്രവീണിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, പ്രവീണിന്റെയും ഈ കൊച്ചുവിന്റെയും വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ നാട്ടിൽ നമ്മൾ പോയപ്പോഴത്തേന് ഈ പ്രവീണിന്റെയും പ്രണവിന്റെയും അച്ഛൻ ഇവരെ വളർത്തിയ രീതിയെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ട ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞു. അത്രയും അധികം സ്നേഹിച്ച് കൈവെള്ളയിൽ വെച്ച്, അതായത് സുഹൃത്തുക്കളെ പോലെ, കൂട്ടുകാരെ പോലെ കൊണ്ടു നടന്നാണ് ഈ മക്കളെ അദ്ദേഹം വളർത്തിയത്. അത്ര നല്ലൊരു തന്തയാണ് ഈ പ്രവീണിന്റെയും പ്രണവിന്റെയും തന്ത. ഇദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിൽ മറ്റൊരു ഏടും കൂടെ ഉണ്ട്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ നാട്ടുകാർക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാം.
ഇനി അതിനുശേഷം ഈ പറഞ്ഞ പ്രവീൺ ഇവരുമായിട്ട് വഴക്കുണ്ടാക്കിയതിനു ശേഷം, വഴക്കുണ്ടായ സാഹചര്യമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വഴക്കുണ്ടായതിനു ശേഷം അവര് വേറെ താമസിക്കുന്നു, വളരെ നല്ല വീടൊക്കെ എടുത്ത് വളരെ നല്ലതായിട്ട് താമസിക്കുന്നത് നല്ല തന്നെയാണ്. കാരണം ഒരുമിച്ച് താമസിക്കുന്നതിനെക്കാട്ടിയും ഈ ഒരു കാലഘട്ടത്തിൽ സെപ്പറേറ്റ് താമസിക്കുകയാണെങ്കിൽ അത്രയും അധികം വഴക്കുകളും ദുരിതങ്ങളും കുറഞ്ഞു കിട്ടും. നല്ല കാര്യം തന്നെയാണ്, അതിനൊന്നും എനിക്കെതിരെ അഭിപ്രായമില്ല. പക്ഷെ ഈ മാതാപിതാക്കളെ, അതായത് ചെറിയ ഇതുപോലുള്ള വഴക്കുകളുടെ പേരിൽ മാതാപിതാക്കളോട് പിണങ്ങി ജീവിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മളെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് ഏതാണ്ട് 55-60-65 വയസ്സുള്ള ആളുകൾക്ക് ഇനി ഈ ഭൂമിയിൽ എത്ര കാലമാണ് ഇനി ആയുസ്സുണ്ടാവുക? ഒരുപക്ഷെ മറ്റു ചില കാരണങ്ങളും ഉണ്ട്. മക്കൾ ചിലപ്പോൾ നേരത്തെ പോയേക്കാം, അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. മറിച്ച് നാച്ചുറൽ ഡെത്തിലൂടെ ആണെങ്കിൽ ഈ പറഞ്ഞ മാതാപിതാക്കൾക്ക് എത്ര കാലം നമ്മുടെ ഭൂമിയിൽ ഇനി ജീവിക്കാനുള്ള അവസരമുണ്ട്? സോ ആ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ അമ്മായിപ്പനായിക്കോട്ടെ, അമ്മായിച്ചനായിക്കോട്ടെ, അപ്പനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അവരെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിർത്തി അവരെ കെയർ ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാ മക്കളും ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രവീണിന്റെ അമ്മായിച്ചനെ ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ പ്രവീൺ നല്ല രീതിയിൽ കെയർ ചെയ്തിരുന്നു. എന്നാൽ ആ നൂലുകെട്ടിന് പോയപ്പോൾ പ്രവീണിന്റെ അച്ഛൻ അവിടെ നിന്ന ഒരു അവസ്ഥ കണ്ടപ്പോഴത്തേന് എനിക്ക് വളരെ ദുഃഖം തോന്നി. ഇവർ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അതൊക്കെ മാറ്റിവെച്ചിട്ട് പരസ്പര സ്നേഹമായി മുന്നോട്ട് പോകാൻ ഇവരെ നല്ല എല്ലാവരും ശ്രമിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പിണക്കം കൊണ്ടോ വാശി കൊണ്ടോ ഒന്നും നേടുന്നില്ല. ഉള്ള ഈ ചുരുങ്ങിയ കാലം, വളരെ ചുരുങ്ങിയ കാലമാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം. ആ ചുരുങ്ങിയ കാലത്ത് സന്തോഷകരമായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഈ പറഞ്ഞ മൃദുലയുടെ അച്ഛനുമായിട്ട് ഈ പറഞ്ഞ ആർക്കെങ്കിലും ഒരു വൈരാഗ്യമോ പിണക്കമോ ഉണ്ട്, മൃദുല തന്നെ അച്ഛനുമായിട്ട് പിണങ്ങിയിരുന്ന ഒരു അവസ്ഥയാണെങ്കിലൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ എന്തുമാത്രം അതിനെ ചൊല്ലി ഒരു പക്ഷേ മൃദുല വിഷമിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായാണ്. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാക്സിമം നമ്മുടെ വേണ്ടപ്പെട്ടവരെ സ്നേഹിച്ചും പരിഗണിച്ചും കെയർ ചെയ്തും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇനിമേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.